സരസ്വതി വിദ്യാമന്ദിർ നന്മിണ്ട രാമായണ മാസാചരണം 14-ാം ദിവസം. ഇന്നത്തെ രാമായണ സന്ദേശം നൽകുന്നു സംപൂജ്യ സ്വാമി വിവിക്താനന്ദ സരസ്വതി, ചിന്മയ മിഷൻ, കേരള. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. രാമായണം വായിക്കുമ്പോൾ രാമരാവണന്മാർ ഹീറോയും വില്ലനുമായാണല്ലോ നാം എല്ലാം കാണുന്നത്. എന്നാൽ ഇവർ തമ്മിലുള്ള സമാനതകളെപ്പറ്റി ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വളരെ രസകരമായ ചില സമാനതകളെപ്പറ്റി നമുക്ക് അല്പം ചിന്തിക്കാം. ജന്മം കൊണ്ട് രാമൻ ക്ഷത്രിയനായിരുന്നു, രാവണനോ ബ്രാഹ്മണനും. എന്ന് വെച്ചാൽ അന്നത്തെ വർണ്ണവ്യവസ്ഥയിൽ ഉയർന്നവൻ. പാണ്ഡിത്യത്തിലും രാമനേക്കാൾ മുമ്പനായിരുന്നു രാവണൻ. അതുകൊണ്ടാണ് യുദ്ധക്കളത്തിൽ രാമബാണമേറ്റ് മരണാസന്നനായി കിടക്കുന്ന രാവണനിൽ നിന്നും ചില വിദ്യകൾ പഠിക്കാൻ രാമൻ ലക്ഷ്മണനോട് ഉപദേശിക്കുന്നത്. ബുദ്ധിശക്തിയിൽ, ശാരീരിക സൗന്ദര്യത്തിൽ രണ്ടുപേരും തുല്യർ. ആൾബലത്തിലും സൈനിക ശക്തിയിലും സമ്പത്തിലുമൊക്കെ അയോധ്യയേക്കാൾ വളരെ മുമ്പിലായിരുന്നത്രേ രാവണനും ലങ്കയും. ഇതൊക്കെയാണെങ്കിലും നമ്മളാരും നമ്മുടെ കുട്ടികൾക്ക് രാവൺ കുമാർ എന്ന് പേരിടാറില്ല. അപ്പോൾ ഇവർ തമ്മിൽ ഇത്രയൊക്കെ സമാനതകൾ മാത്രമല്ല, ചില കാര്യങ്ങളിൽ രാവണന് മേൽക്കൈ കൂടി ഉണ്ടായിട്ടും ഉണ്ട് അവർ തമ്മിൽ വലിയ വ്യത്യാസം. നമുക്കെല്ലാം അറിയാം, രാമൻ എല്ലാ നന്മയുടെയും ആൾ രൂപമാണ്, ധർമ്മത്തിൻ്റെ ഉടൽ പൂണ്ട രൂപമാണ്. ധർമ്മത്തിൻ്റെ പുനഃസംസ്ഥാപനം എന്ന ദൗത്യമാണ് ശ്രീരാമചരിതം അല്ലെങ്കിൽ രാമായണം. എന്നാൽ രാവണനോ സകല തിന്മയുടെയും, ധർമാധർമ്മങ്ങൾ തമ്മിലുള്ള വേർതിരിക്കൽ ആണ് ഇവിടെ പ്രധാനം. മറ്റു ഭൗതിക പ്രഭാവങ്ങൾക്കൊന്നുമല്ല മാതൃകാ പുരുഷനാണ് ശ്രീരാമൻ. നാം ഒരിക്കലും എന്താകരുതോ അതിൻ്റെ മാതൃകയാണ് രാവണൻ. ജീവിത മൂല്യങ്ങൾ, അതായത് സത്യം, അഹിംസ, സ്നേഹം, ദയ, മൈത്രി, ഭ്രാതൃസ്നേഹം, സകല ചരാചരങ്ങളോടുമുള്ള കാരുണ്യം, പ്രകൃതിയോടുള്ള പ്രതിബദ്ധത, ഇങ്ങനെ സാർത്ഥകവും സഫലവും ചാരിതാർത്ഥ്യജനകവുമായ ഒരു ജീവിത പദ്ധതിക്ക് ഉള്ള ഒരു മാതൃകാ പുരുഷനാണ് ശ്രീരാമൻ. രാമനെ ഒരു പച്ച മനുഷ്യനായി കണ്ടോളൂ. നമുക്ക് ഓരോരുത്തർക്കും, അതായത് മനുഷ്യർക്ക്, ധർമ്മബോധത്തോടുകൂടി ജീവിച്ച് ചെന്നെത്തിച്ചേരാനുള്ള ഒരു ഉത്തമ ലക്ഷ്യമാണ്, അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിൻ്റെ മാർഗദർശിയാണ് രാമായണം. ഓം ശ്രീരാം, ജയ രാം, ജയ ജയ രാം.